വെൽക്കം ഓൾ. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിസിബിലിറ്റിയുടെ കാലമാണ്. എല്ലാവരും എങ്ങനെ സോഷ്യൽ മീഡിയ പ്രസൻസ്, സോഷ്യൽ പ്രൂഫ് എങ്ങനെ വിസിബിൾ ആകാം, എങ്ങനെ അവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാമെന്ന് മത്സരിച്ച് ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് എങ്ങനെ നല്ല ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ജെന്യുവിൻ വിസിബിലിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വിസിബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന 6 ടെക്നിക്കാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹൗ ടു എൻഹാൻസ് യുവർ വിസിബിലിറ്റി. വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, ഹൈ ക്വാളിറ്റി കണ്ടന്റ്. എപ്പോഴും കണ്ടന്റ് തന്നെയാണ് കിങ്. ഇനി എന്തെല്ലാം ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടാക്കിയാലും, എന്തെല്ലാം ബാക്കിയുള്ള അട്രാക്റ്റീവ് ഫിഗേഴ്സ് ആഡ് ചെയ്താൽ തന്നെയും കണ്ടന്റ് തന്നെയാണ് എപ്പോഴും ഹൈ വാല്യൂ ഉള്ള സാധനം. അപ്പൊ നമ്മൾ കണ്ടന്റിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഹൈ വാല്യൂ ഉള്ള, അതായത് ആ ഒരു റിലവന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്പർ 2, നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ്. പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രസൻസിൽ അവരെ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങളുടെ കുറിച്ചുള്ള ഒരു ഇമേജ് എന്താണ്, അതിന് നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ എന്താണ് പറയുന്നത്, അതാണ് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ് ഒരു ഘടകമാണ് ഈ സംസാരിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുടെ പേഴ്സണൽ ബ്രാൻഡ്, പോസിറ്റീവ് പേഴ്സണൽ ബ്രാൻഡ് ആയിരിക്കണം. സോ നമ്മളൊരു പോസിറ്റീവ് പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. അത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല. അതൊരു കൺസിസ്റ്റന്റ് എഫേർട്ടാണ്. അത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്. ഏറ്റവും നല്ലൊരു പോസിറ്റീവ് പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിസിബിലിറ്റി 10 മടങ്ങ് വർദ്ധിക്കും. വിസിബിലിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് പബ്ലിഷിംഗ് അസറ്റ്സ്, അതായത് ബുക്ക് പബ്ലിഷ് ചെയ്യുക, ആർട്ടിക്കിൾ എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇന്റർവ്യൂസ് കൊടുക്കുക, അതായത് നമ്മൾ പ്രിന്റഡ് മീഡിയയിലും ഇലക്ട്രോണിക് മീഡിയയിലും സജീവമാകുക, നമ്മളൊരു ഓഥറായി മാറുക. ഇതൊക്കെ നമ്മുടെ വിസിബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുക. അതേപോലെ തന്നെ പോസിറ്റീവ് പേഴ്സണൽ ബ്രാൻഡിംഗ് എൻഹാൻസ് ചെയ്യാനും സാധിക്കുന്ന ഒരു കാര്യമാണ്. 4ാമത്തെ, ഹൈ ക്വാളിറ്റി ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് അസറ്റ്സ്. പ്രത്യേകിച്ച് വെബ്സൈറ്റ്. നിങ്ങളൊരു വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചോ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡറോ ഒരു പ്രൊഫഷണലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് നല്ലൊരു വെബ്സൈറ്റ്. ആ ഒരു വെബ്സൈറ്റും ഒരു നല്ല അറ്റ്ലീസ്റ്റ് 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെങ്കിലും നമ്മുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം. അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. അവിടെ കൺസിസ്റ്റൻസിയാണ് കീ എന്ന് പറയുന്നത്. അപ്പോൾ വെബ്സൈറ്റ് നമ്മുടെ അഡ്രസ്സാണ്. നമ്മുടെ ക്ലയൻസ് നമ്മളെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്രസ്സാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ആ വെബ്സൈറ്റിൽ നോക്കിയാൽ നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് സെർവ് ചെയ്യുന്നത്, നമ്മുടെ നിഷ് ആരാണ്, നിഷ് മാർക്കറ്റ് ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രോഡക്റ്റും സർവീസും എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഉള്ള എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്ന ഒരിടമാണ് നമ്മുടെ വെബ്സൈറ്റ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അത് അത്യാവശ്യമുള്ള കാര്യമാണ്. വിസിബിലിറ്റിക്ക് ഇതില്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു കാരണവശാലും ഒരു വിസിബിലിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. 5ാമത്തത് സോഷ്യൽ പ്രൂഫാണ്. ഇന്ന് സോഷ്യൽ പ്രൂഫിന്റെ കാലഘട്ടമാണല്ലേ. നമ്മൾ ആളുകളിലേക്ക് വാല്യൂ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സോഷ്യൽ പ്രൂഫിന് വേണ്ടി. ടെസ്റ്റിമോണിയൽസ്. അപ്പൊ നമ്മളെ വാല്യൂ ആഡ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ടെസ്റ്റിമോണിയൽസ് ലഭിക്കും. അത് ജെന്യുവിൻ ആയിട്ടുള്ള ടെസ്റ്റിമോണിയൽസ് ആണ് നമ്മൾ എപ്പോഴും വിസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിംഗ് യൂസ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ നല്ല വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ, നല്ല കണ്ടന്റ് ആണെങ്കിൽ കൃത്യമായ സോഷ്യൽ പ്രൂഫിംഗ് നമുക്ക് ലഭ്യമാകും. കറക്റ്റ് ടെസ്റ്റിമോണിയൽസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഇതിലൂടെ നമുക്ക് നമ്മുടെ വിസിബിലിറ്റി എൻഹാൻസ് ചെയ്യാം. 6ാമത്തെ പോയിന്റ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ആണ്. അപ്പൊ അത് നമുക്കറിയാം, നമ്മുടെ ഇന്റലക്ച്വൽ ക്യാപിറ്റൽ, നമുക്കിപ്പോൾ നമ്മുടെ ഹാർഡ് കോപ്പി ആയിട്ടുള്ള എന്ത് സാധനം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും നമുക്കത് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ആ ഒരു ഇന്റലക്ച്വൽ ക്യാപിറ്റലിന്റെ ഓണറാണ് നമ്മളെങ്കിൽ, ആ സ്റ്റഫ്സ് നമ്മൾക്കുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ തരത്തിലേക്ക് നമ്മളുടെ നോളജും കപ്പാസിറ്റിയും കോമ്പിറ്റൻസിയും നമ്മുടെ സ്കിൽസും അതുപോലെ നമ്മുടെ വിസ്ഡവും എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വിസിബിലിറ്റിയും എൻഹാൻസ് ചെയ്തു വരും. അപ്പൊ ഈ 6 പോയിന്റ്സ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വിസിബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഈ 6 പോയിന്റ് ഒന്നുകൂടി ഒരു റീക്യാപ്പ് ചെയ്യാം. ഹൈ ക്വാളിറ്റി കണ്ടന്റ്, പോസിറ്റീവ് പേഴ്സണൽ ബ്രാൻഡ്, പബ്ലിഷിംഗ് സ്ട്രാറ്റജി, ഹൈ ക്വാളിറ്റി ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, സോഷ്യൽ പ്രൂഫ്, ഇന്റലക്ച്വൽ ക്യാപിറ്റൽ. ഈ 6 കാര്യങ്ങളും പതുക്കെയെങ്കിലും നമ്മൾ നമ്മുടെ വിസിബിലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല സോഷ്യൽ പ്രൂഫിംഗ് കിട്ടും, നല്ല ടെസ്റ്റിമോണിയൽസ് കിട്ടും, നമ്മുടെ വിസിബിലിറ്റി എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.